ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഓവണൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള പ്രഷർ കുക്കറിൽ എങ്ങനെ 1 kg അളവിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാമെന്നൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 240 ml കപ്പിന് 1 കപ്പ് അളവിലുള്ള മൈദ, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു 2-3 പ്രാവശ്യം നമുക്കിതൊന്ന് തരിച്ചെടുക്കണം. ക്രംസ് ഒന്നും ഇല്ലാതെ നല്ല ഫൈനായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് 2-3 പ്രാവശ്യം ഒന്ന് തരിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 4 എഗ്ഗ് എടുക്കാം. 4 എഗ്ഗിലേക്ക് നമുക്കൊരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന 240 ml ഒരു 3/4 കപ്പ് ഷുഗറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത ഷുഗറാണ് കേട്ടോ. ആ ഷുഗർ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ബീറ്റായി കിട്ടണം കേട്ടോ. നല്ല കളറൊക്കെ ചേഞ്ച് ചെയ്തൊരു ലൈറ്റ് യെല്ലോ കളറാവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബീറ്റ് ചെയ്ത എഗ്ഗിൻ്റെ മിക്സിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, കുറച്ച് പാല്, പിന്നെ ബട്ടർ ചേർത്തിട്ട് നമുക്കത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെന്ന്. പ്രഷർ കുക്കറിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ മിക്സ് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് എയർ ബബിൾസ് പോകാൻ കണ്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡയറക്റ്റ് സ്റ്റൗവിലല്ല ഈ കുക്കർ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിയിലായിട്ടൊരു തട്ട് വെച്ചിട്ട് അതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുക്കറിൻ്റെ വെയിറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതൊരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റിന് ശേഷം ഞാൻ ടൂത്ത് പിക്ക് കൊണ്ടിതൊന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുക്കറിൽ നിന്നൊന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതൊരു 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്കുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 240 ml 1 കപ്പ് അളവിലുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇത് കേക്കിന് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ വെച്ചിട്ട് ഇത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ഞാൻ നല്ല ഫിനിഷിങ്ങിലൊന്നും ക്രം കോട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു നോസിലെടുത്തിട്ട് ഡിസൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ സൈഡ് മുഴുവനായിട്ട് ഞാൻ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലവർ നോസിലാണോ ഉള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ മതി. എന്നാൽ നമുക്ക് ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഇങ്ങനെ നോസിൽ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറി വെച്ച് കൊടുക്കാം. ബിഗിനേഴ്സിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് ഇങ്ങനത്തെ ഒരു ഡിസൈന്. അതായത് നമ്മളിത് നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബിഗിനേഴ്സിനൊക്കെ. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലുള്ളൂ കേക്കിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.